അത്താഴം വിളമ്പി വെച്ചിട്ടുണ്ട്. നീ കഴിച്ചിട്ട് കിടന്നോ? സാധ്യമല്ല. ഇന്നെങ്കിലും ഞാൻ വെച്ചത് എന്തെങ്കിലും കഴിച്ചിട്ട് പോണം. ആണുങ്ങൾ പുറത്തു പോകുമ്പം പുറകിൽ നിന്ന് വിളിക്കരുന്ന് പല പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവിടെ സർക്കാർ മഹാലക്ഷ്മി പോലത്തെ പെൺകുട്ടിയായിരുന്നു. അല്ലെങ്കിലും ദൈവം നല്ലവരെ അധികകാലം ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇന്നലെ രാത്രിയിൽ വെള്ളം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. കാല് വഴുകി മുഖമടിച്ചു വീണു. അപ്പോഴേ തീർന്നു. നേരെ വളർത്തിരുന്ന പിന്നെ മരിക്കാൻ പ്രത്യേക കാരണം വല്ലതും വേണോ? ചിപ്പുവിനെ ഒന്ന് കാണാൻ പറ്റൂ? ആ കുട്ടി ആരെയും കാണാതെ മുറി അടച്ചകത്തിരുന്ന് കരയുക. ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്ങളല്ലേ. ഇപ്പൊ ഉപദ്രവിക്കണ്ട. ഇനി നിനക്ക് പുറത്തു പോകാം. പക്ഷെ ഒന്നോർമ്മ വെച്ചോണം, ഇവിടെ നടന്ന സത്യം പുറത്തു പോയാൽ ആദ്യം ആ തളർന്നു കിടക്കുന്ന കിളവനില്ലേ, നിന്റെ തന്ത, അയാളുടെ ശവം നീ കാണും. അവിടെയും തീർന്നില്ല, പിന്നെ നിന്റെ ശവം പുഴയിൽ ഒഴുകി നടക്കുന്ന നാട്ടുകാർ കാണും. പുറത്തു അവനിപ്പോ ഇത് ഒരെല്ലു പോലും ബാക്കിയാണ്. സ്വാമി ധൈര്യമായിട്ട് പോണം. ആ കാര്യം ഞങ്ങളെ കുയിലേ, കുയിലേ, എന്നോട് പിണങ്ങരുതേ കുയിലേ, കുയിലേ. എന്റെ ദേവി, എന്റെ കുഞ്ഞിനൊന്നും മനസ്സില്ലേ. വിശ്രമിക്കട്ടെ. നാളെ രാവിലെ ഞാൻ വൈദ്യനെ വിളിച്ചോണ്ട് വരാം. 2 ദിവസത്തേക്ക് താൻ ജോലിക്ക് പോവണ്ട. കൗസല്യ, அந்த பையன் படிச்சிருக்குது பார்த்தா ரொம்ப கஷ்டம். அவன் ஏதாவது வேண்டாதனம் பண்ணிருப்பான். சும்மா போறவன உதப்பானா? ஆமா, ഞാൻ ഒരു കാര്യം കേട്ടാ സത്യം പറയുമോ? കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് വാളുണ്ടായിരുന്നോ? നിന്റെ മണം ഒരു കുരങ്ങ്.
ആ എന്നാ ഇവിടെ ഇരുന്നോ. അമ്മ ഉറങ്ങിയോ? ഉറങ്ങി. ആർക്കാച്ചാ രാവിലെ സുഖമില്ലാന്ന് പറഞ്ഞത്? ഓ അതോ, അതാ ചങ്കുവിന്റെ അനുദ്രവം ചെറുക്കനാ. അവൻ ആ വ്യക്തിപ്പെട്ടുമായിട്ട് വഴക്കുണ്ടാക്കി. അയാള് 4 തടിമാടന്മാരെ വെച്ച് തല്ലിച്ചു. തലയ്ക്ക് അടിയേറ്റത്. വലിയ കഷ്ടമായിപ്പോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ രക്ഷയില്ല. അയ്യോ, അതിന് നിനക്കെന്താ? നിന്റെ ആരെങ്കിലും വന്നോ? എന്നാലും ആ അത് ശരിയാ. ഏതായാലും ഭ്രാന്ത് തീർച്ചയാ. ഇപ്പൊ തന്നെ കാക്കയെന്നോ കുയിലെന്നോ ഒക്കെ പിച്ചും പേരും പറയുന്നുണ്ട്. അങ്ങനെ പറയാതെച്ചാ. നിനക്കെന്താടി? കൂടി പോയാൽ ചത്തുപോവായിരിക്കും. ഇപ്പൊ എന്താ ഇത്ര ദുഃഖം? ഇത്രയും നേരമായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ തോന്നിയോ? സാരമില്ല മോളെ. സ്നേഹമുള്ളിടത്തെ പിണക്കവും ദേഷ്യവും ഉള്ളൂ. അവൻ ഒരു കുഴപ്പവുമില്ല. എല്ലാം എനിക്കറിയാം. നീ കാലത്ത് പോയി കണ്ടാ മതി. ഇപ്പൊ പോയി കിടന്നുറങ്ങ. കുയിലേ, കുയിലേ, എന്നോട് ക്ഷമിക്കൂ ശ്യാം. എനിക്ക് മടുത്തു ഇവിടെ താമസിച്ചിട്ട്. ഏതായാലും വലിയ വീട്ടിൽ വെക്കാനും വിളമ്പാനും ഒക്കെ ആരെങ്കിലും വേണ്ടേ? വേണം. എന്നാൽ പിന്നെ എനിക്കങ്ങോട്ട് പോന്നൂടെ? നീ വലിയ വീട്ടിലെത്തിയ പിന്നെ ഇവിടെ ആരാ? ഞാനുള്ളപ്പോൾ നിങ്ങൾക്ക് എന്തിനാ മറ്റൊരു പെണ്ണ്? ഒന്ന് പോരാത്തോണ്ടല്ലേടി നീ ഉണ്ടായത്. ആ